എനിക്ക് ഏറെ പ്രിയമുള്ളവർ എല്ലാ പേർക്കും എൻ്റെ വിനീത നമസ്കാരം. അമ്മ എന്ന നോവലിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. 3:30 എഴുന്നേറ്റ് കാപ്പി കൂട്ടി കുടിച്ചു രണ്ടുപേരും. 2 മണിക്കൂർ ഞാൻ ബിസി, നീ റെസ്റ്റ് എടുക്കുക, ലളിതയോട് പറഞ്ഞു. ഞാൻ നിൻ്റെ പിള്ളേരോടൊപ്പം പഠിക്കാൻ പോവുകയാണ്. നീ പഠിപ്പിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അതിലിടയ്ക്ക് നിന്നോടൊരു കാര്യം പറയട്ടെ. രാഹുൽ ഇന്നാൾ വിളിച്ചപ്പോൾ നിനക്ക് ഓൺലൈൻ ട്യൂഷൻ എടുക്കാമെന്ന് ചോദിച്ചു. മണിക്കൂറിന് 1000 രൂപ. രാഹുലിൻ്റെ ഒപ്പം ജോലി എടുക്കണ ഒരാളുടെ മോൾക്കാ. ഞാൻ നിനക്ക് അമ്മയെ നോക്കേണ്ട കാരണം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നീ ഫ്രീ ആയല്ലോ, ആലോചിക്ക്. നോക്കട്ടെ. കുട്ടികൾ വന്നു, ക്ലാസ് ഒരുങ്ങി. 2 മണിക്കൂർ പോയതറിഞ്ഞില്ല. കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും അവരോട് സംസാരിപ്പിക്കുമ്പോഴും നമുക്ക് ചെറുപ്പം വരും. സ്കൂളിൽ ഒരുമിച്ച് ജോലിയെടുത്തിരുന്ന ലീല തോമസിൻ്റെ തിയറി ഇപ്പോഴത് സത്യമായി തോന്നുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ ലളിതയുടെ അടുത്ത് ചെന്നു. എനിക്കിപ്പോഴ് നിൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയായിരിക്കാൻ കൊതി തോന്നുന്നു. പഠിക്കണ കാലത്ത് എങ്ങനെയെങ്കിലും പഠിപ്പ് തീർന്നാൽ മതിയെന്നായിരുന്നു. പഠിക്കാൻ പ്രായമൊന്നും പ്രശ്നമില്ല. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതല്ലേ, എനിക്ക് എളുപ്പമല്ല. നീ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേരും. നിൻ്റെ ബിസിനസ്സിന് കമ്മ്യൂണിക്കേഷൻ അത് അത്യാവശ്യമാണ്. ഡിഗ്രി ഒന്നും എടുത്തില്ലെങ്കിലും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷ വഴങ്ങണം. ഇപ്പോഴ് അത് തോന്നുന്നുണ്ട്. മോളുള്ളപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ബുദ്ധിമുട്ടായി. എന്തെങ്കിലും ചെയ്യണം. രാത്രിക്ക് എന്താ വേണ്ടത്? നിനക്കെന്താ ഇഷ്ടം? ചപ്പാത്തിയോ ഇടിയപ്പോ? എന്തായാലും വേണ്ടില്ല, നിനക്ക് എളുപ്പമുള്ളത്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് അമ്മയുടെ പിണ്ടം വെക്കണ്ടേ? എന്താ വേണ്ടതെന്നറിയില്ല. NSSൻ്റെ സെക്രട്ടറി വന്നപ്പോഴും പറഞ്ഞത് കുളിക്കുമ്പോൾ തർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാൻ. മോൻ വരുമ്പോൾ നാട്ടിൽ പോയി തിരുനാവായിൽ പോയി ബലിയിടാം. എനിക്കൊരു ഐഡിയ തോന്നുന്നു. അടുത്ത മാസം നമുക്ക് രാമേശ്വരം വരെ പോയാലോ? എനിക്കെൻ്റെ അമ്മയ്ക്ക് വേണ്ടി ബലിയിടണം എന്ന് ആഗ്രഹം. ജീവിച്ചിരിക്കുമ്പോൾ സങ്കടമല്ലാണ്ട് ഒന്നും കൊടുത്തിട്ടില്ല. 2 കൊല്ലം മുമ്പ് പോയി കൂട്ടിക്കൊണ്ടു വരാമായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. ചീത്ത പെണ്ണായ എന്നെ ഓർത്ത് അമ്മ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും. നീ ഭാഗ്യവതിയാ രാജു. നിൻ്റെ അമ്മയെ മോഹം പോലെ സംരക്ഷിച്ചല്ലോ. കിടപ്പായപ്പോൾ നോക്കി എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. നിൻ്റെ സാഹചര്യം കൊണ്ടല്ലേ അമ്മമാർ മക്കളെ ശപിക്കില്ല. അങ്ങനെ ശപിച്ചിരുന്നെങ്കിൽ നിൻ്റെ മക്കൾ 2 പേരും ഈ നിലയിൽ വന്നിരുന്നില്ല. അതും ശരിയാ. നിൻ്റെ മകന് വല്ല ചുറ്റിക്കളിയുണ്ടോ? എന്താ നീ അങ്ങനെ ചോദിച്ചേ? നിനക്ക് വല്ലതും തോന്നിയുണ്ടോ? ചെറിയൊരു സംശയം. ഉണ്ടെങ്കിൽ നിൻ്റെ പുത്രിയായിട്ടുണ്ടാവും. നീയും ശ്രദ്ധിച്ചേക്കണോ? അവനാകെ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് ആ നിൻ്റെ മകളായിട്ട് മാത്രം. എനിക്കതിൽ എതിർപ്പുമില്ല. എനിക്കും ഇല്ല. നിനക്ക് എൻ്റെ കഥ കേട്ടാൽ അങ്ങനെ ഒരു അച്ഛൻ്റെ മകളെന്ന പ്രശ്നം തോന്നിയാലോ എന്നാ പേടി. അവൾ ലളിതയുടെ മോളല്ലേ. പിന്നെ ഇനി ഡോക്ടറായി വരുമ്പോൾ ഡോക്ടറെ തന്നെ കല്യാണം കഴിക്കാൻ തോന്നിയാലോ? അതൊന്നുമില്ല. അപ്പുവിനോട് ചോദിച്ചിട്ടാ മെഡിക്കൽ എൻട്രൻസ് എഴുതിയത് തന്നെ. അപ്പോൾ നമുക്ക് അവർക്ക് കല്യാണം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറഞ്ഞ പെൺകുട്ടി എൻ്റെ ചേച്ചിയുടെ മകളാ. ഇംഗ്ലീഷ് MA B.Ed. ജോലിക്ക് പോകണം എന്ന് അവൾക്ക് നിർബന്ധമാണ്. സ്ത്രീധനം കൊടുക്കില്ല എന്ന്. രാജു, പെൺകുട്ടികൾ ജോലി എടുക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. എന്ത് തൊഴിലായാലും വേണ്ടില്ല. വെറുതെ ഇരുന്നുണ്ടുറങ്ങിയാൽ മനസ്സ് കേടുവരും. പിന്നെ നമ്മളുടെ ജീവിതവും നമ്മളെ പഠിപ്പിച്ചില്ലേ. കണ്ടാൽ നിൻ്റെ മോന് ചേരും. അവൻ്റെ ജോലിയുടെ നിലയ്ക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിനും ഒന്നും പോരാ. അവളുടെ അച്ഛന് സൊസൈറ്റി ബാങ്കിലെ ജോലി, ചേച്ചിക്ക് അംഗനവാടിയിലും. ഒരു കൊച്ചു വീടും കുറച്ച് സ്ഥലവും. അനിയത്തി +2 പഠിക്കണം. മിടിക്കുക. മെഡിസിന് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴ് ഈ നേരം കൊണ്ട് 2 കല്യാണം ഉറപ്പിച്ചു. നമ്മൾ മോശക്കാരല്ല. കുട്ടികളെന്താ തീരുമാനിക്കണേന്ന് കണ്ടറിയാം. ഒന്നും നമ്മൾ ആഗ്രഹിച്ച പോലെ നടന്നോണം എന്നില്ലല്ലോ. എന്തായാലും രാമേശ്വരം യാത്ര ഉറപ്പിക്കാം. അടുത്ത അമാവാസി ഒരിക്കലുമുണ്ട്. 2 അമ്മമാർക്കും വേണ്ടി ബലിയിടാം. അവരുടെ അനുഗ്രഹം ഉണ്ടായാൽ എല്ലാം ശരിയാവും. അത് ഈശ്വരൻ സാധിപ്പിച്ച് തരട്ടെ. എൻ്റെ മണ്ടക്കാറ് വെച്ച് പോകാൻ പറ്റില്ല. ട്രെയിനിൽ പോവാം. എനിക്ക് ലോങ് ഡ്രൈവ് വലിയ ഇഷ്ടമാണ്. അതും നിന്നെപ്പോലുള്ളൊരു കൂട്ട് ഒപ്പം ഉള്ളപ്പോൾ രസമായിരിക്കും യാത്ര. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ട ഇന്ദിരാകൃഷ്ണൻ ചേച്ചി,
വാരിക്കോരി സ്നേഹം പതിഞ്ഞ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ തീവ്രതയുടെ കഥ പറയുന്ന ആ കുടുംബങ്ങളിൽ പോലും നമ്മൾ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ചിലരെങ്കിലും കാണാൻ കഴിയുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ ഒരുക്കി തന്ന പ്രിയപ്പെട്ട ഇന്ദിരാകൃഷ്ണൻ ചേച്ചിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയരെ വിടാം.